ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. നമ്മുടെ ഓണമൊക്കെ ആയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് നടത്തുവാണ്. പതിവ് പോലെ തന്നെ ഈ തവണ നമ്മുടെ നിലമ്പൂർ ശോഭികയെന്നാണ് കേട്ടോ. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, നമ്മൾ എപ്പോഴും തന്നെ ഷോപ്പിംഗ് നടത്തുന്നത് നമ്മുടെ ശോഭികയെന്നാണ്. അപ്പോൾ ഈ തവണയും നമ്മൾ പതിവൊന്നും തെറ്റിച്ചിട്ടില്ല. ഈ തവണ നമ്മൾ ശോഭികയെ തന്നെയായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ഓണത്തിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മുടെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഫുള്ളായിരുന്നു നമ്മൾ ചെന്ന സമയത്ത്. ഉള്ളിലാണെങ്കിലും നല്ല തിരക്കായിരുന്നു കേട്ടോ. നമുക്ക് ഡ്രസ്സിങ്ങിൻ്റെ എല്ലാ ഏരിയയിലും തന്നെ നല്ല തിരക്കായിരുന്നു. നമുക്ക് ട്രയൽ റൂമിലൊക്കെ ട്രയൽ നോക്കാനൊക്കെ ആയാലും കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കയറി ചെല്ലുമ്പോൾ എൻട്രൻസിൻ്റെ വ്യൂ കാണിച്ചു തരാം. ഇതാ നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റ് സാരിയും ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് നല്ല അടിപൊളിയാക്കി അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റ് സാരി ചെയ്യുന്ന സെക്ഷനിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ സെറ്റ് സാരിയുടെ. ഇതവിടെ എന്താ പറയുക, ഒരുപാട് നല്ല ഡിസൈൻസും കാര്യങ്ങളൊക്കെ ആയാലും സെറ്റ് മുണ്ടിനകത്തൊക്കെ ആയാലും ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി മനസ്സിലൊരു സെറ്റ് സാരി ഉദ്ദേശിച്ചായിരുന്നു പോയിരുന്നത് ഇത്. അപ്പോൾ ഞാൻ ഈ ഒരു സെറ്റ് സാരിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സാരി പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ടൈമൊന്നും എടുക്കേണ്ടി വന്നില്ല കേട്ടോ. നമ്മളും വിചാരിച്ച് പോയത് തന്നെ പെട്ടെന്ന് കയ്യിൽ അവരെടുത്ത് തന്നു. നമ്മളത് വേഗം തന്നെ മേടിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ നമ്മുടെ ഉള്ളിലായാലും അവർ നല്ല നല്ല ഡിസൈനുള്ള സെറ്റ് സാരിയൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ റെഡിമെയ്ഡ് ബ്ലൗസുകളും ഉണ്ടായിരുന്നു. നമുക്ക് ഈ സമയമായതുകൊണ്ട് നമുക്ക് ബ്ലൗസുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടാൻ ലേറ്റ് ആവും, നമുക്ക് സമയത്ത് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ റെഡിമെയ്ഡ് ബ്ലൗസുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ബ്ലൗസുകളുടെ ഇതിനകത്ത് അധികം സെലക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുപാട് ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം തീർന്നതായിരിക്കും കേട്ടോ. അതുപോലെ സെറ്റ് ചുരിദാറുകളുടെ ആയാലും അത്യാവശ്യം നല്ല സെലക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന സെറ്റ് ചുരിദാറും അതുപോലെ നമ്മുടെ എംബ്രോയ്ഡറി വരുന്നതായാലും അതുപോലെ നമ്മുടെ ചുരിദാറിൻ്റെ മെറ്റീരിയൽ സെക്ഷൻ വരുമ്പോഴായിരുന്നു ഇച്ചിരി തിരക്ക് കുറവ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഏരിയയിൽ അങ്ങനെ അധികം തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇതുപോലത്തെ ആ സെറ്റുകൾ നമ്മുടെ പാൻറ്റും ഷോളും ഒക്കെ സെറ്റ് വരുന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പേരൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ജസ്റ്റ് 2 ടോപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ല അത്യാവശ്യം നല്ല സെലക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചുരിദാറൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവരുടെ ലെഹങ്ക സെക്ഷനാണ് കേട്ടോ. ഇത് നമ്മുടെ ബ്രൈഡൽ ലെഹങ്കാസാണ് വരുന്നത്. ഒരുപാട് ഹെവി നല്ല വർക്ക് വരുന്ന ലെഹങ്കാസാണ് കേട്ടോ കൂടുതലുള്ളത്. നമ്മുടെ സിമ്പിളായിട്ടുള്ള ഗൗണുകളും കാര്യങ്ങളൊക്കെ 3-4 ബാക്കിയൊക്കെ തന്നെ നല്ല ഹെവി വെയിറ്റ് വരുന്ന ലെഹങ്കാസാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതും ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതും ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ താഴെ കുട്ടികളുടെ സെക്ഷനിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗേൾസിനൊക്കെ പറ്റുന്ന ചെറിയ പെൺകുട്ടികൾക്ക് പറ്റുന്ന നല്ല സെറ്റിൻ്റെ ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബോയ്സിൻ്റെ അടുത്ത് നോക്കിയ സമയത്ത് ഒരു രണ്ട് മോഡലായിരുന്നു കേട്ടോ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് നമുക്ക് ട്രാൻസ്പെറൻറ്റ് പോലെ തോന്നിയ കാരണം നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ 2 മോഡലാണ് അവർ നമ്മൾ സെറ്റായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ഈ ഒരു മുണ്ടും അതുപോലെ ഒരു ജുബയും പാൻറ്റുമാണ് കേട്ടോ നമ്മൾ മോന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികളുടെ സെക്ഷനൊക്കെ നമ്മൾ ഷർട്ടിൻ്റെ ഒക്കെ ഏരിയയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ തിരക്ക് എവിടെയായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ട്രയൽ ചെയ്യാനൊക്കെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമുക്ക് അത്രയ്ക്ക് വെയിറ്റിംഗ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ട്രയൽ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട് ഷർട്ടുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തിരക്കും ആൾക്കാരും ലൈറ്റെല്ലാം കൂടെ കണ്ടിട്ട് മഴക്കൊന്നും ഉണ്ടാക്കാതെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ അടങ്ങിയിരുന്നു. അത് കഴിയുമ്പോൾ പിന്നെ അതിൽ ഓട്ടമായിരുന്നു കേട്ടോ. കാരണം ആൾക്കാരുടെ ഇടയ്ക്ക് കൂടെ ഓടുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിള്ളേരൊക്കെ കാണുന്നതിൻ്റെ സന്തോഷമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ കുറേ നേരം തപ്പി എടുത്തിട്ട് 2-3 ഷർട്ട് ട്രയലിനുള്ള ഷർട്ടുകളും പിന്നെ ഒരു 2 പാൻറ്റൊക്കെ എടുത്ത് ട്രയൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ട്രയൽ നോക്കിയ സമയത്ത് അത് അങ്ങോട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് നോക്കി പിന്നെയും ട്രയലിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ളൊരു ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മൾ ഷർട്ട് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പിന്നെ തിരക്ക് പറയുമ്പോൾ എന്തെങ്കിലും ഒന്ന് എടുക്കാമെന്നും പറഞ്ഞിട്ടാണ് നമ്മളവിടെ നിന്ന് ആ സെക്ഷനകത്ത് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു. താഴത്തെ സെക്ഷനിൽ ഒരുപാട് റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. നമുക്ക് റേറ്റ് മീറ്റർ 98 രൂപയൊക്കെ വരുന്ന ഒരുപാട് റണ്ണിങ് മെറ്റീരിയൽസും അല്ലാതെ നമുക്ക് ബ്രൈഡൽസിന് വേണ്ടിയിട്ടും അല്ലാതെ നമുക്ക് ഗൗണിനൊക്കെ പറ്റുന്ന ഒരുപാട് നല്ല കളക്ഷൻസ് ഉള്ളത് മെറ്റീരിയൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ചപ്പൽസും ബാഗ്സും അതുപോലെ ഫാൻസി ഐറ്റംസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ.
അതുപോലെ ജ്വല്ലറി ഐറ്റംസിലായാലും ബ്രൈഡൽസിന് വരുന്നത് റെൻറ്റിലും ഇവിടെ അവൈലബിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബൊട്ടിക്ക് പോലെ ചെറിയൊരു ഡിസൈനിങ് ഏരിയ ഇവർക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഷോപ്പിങ്ങിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മളൊന്ന് വന്നിട്ടുണ്ടായിരുന്നത് നിലമ്പൂർ മയോണിലായിരുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഷർട്ടിൻ്റെയൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഈ ഒരു ഷർട്ടായിരുന്നു നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.